പാലക്കാട് വ്യക്തമായ ചിത്രം പറയാൻ പറ്റില്ല. പക്ഷേ എന്തായാലും തൃശ്ശൂർ സുരേഷ് ഗോപി വരും. പാലക്കാടിന് അഭിപ്രായം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ കയ്യിലല്ലേ ഇരിക്കണം, ജനങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത്. പാലക്കാട് വിജയരാഘവൻ വരുന്നതാണ് അഭിപ്രായം. ശ്രീകണ്ഠൻ വരുമൊന്നുമില്ലെങ്കിൽ അല്ലെങ്കിൽ വിജയരാഘവൻ വരും. ഏട്ടാ എനിക്കിതിനെ പറ്റി പാർട്ടിയും എനിക്കൊന്നും അറിയില്ല ഏട്ടാ, അതുകൊണ്ടാ. മതേതരത്തിന് വേണ്ടിയുള്ളതായിരിക്കും ഇപ്രാവശ്യത്തെ വോട്ട്. മതേതരത്തിന് എന്തായിരുന്നു സാധനം, അതെ, അതിനു വേണ്ടിയായിരിക്കും ഇപ്രാവശ്യത്തെ വോട്ട് എന്നാണ്. ഞാനൊരു കടുത്ത മോദി ഭക്തനാണെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ വീണ്ടും എല്ലായിടത്തും തെരഞ്ഞെടുപ്പ് ചർച്ചകൾ വീണ്ടും സജീവമായി വരികയാണ്. ജൂൺ 4-ന് വോട്ട് പെട്ടി തുറക്കാൻ പോവുകയാണ്. ഞാനിപ്പോൾ പാലക്കാടാണ്. ഇവിടെ എല്ലാവരും ചോദിക്കുന്നത് വോട്ട് പെട്ടി തുറക്കുമ്പോൾ പാലക്കാട് ആരെടുക്കുമെന്നാണ്. നമുക്ക് വോട്ടർമാരോട് തന്നെ ചോദിച്ചു നോക്കാം. വിവിധ മേഖലകളിൽ നിന്നുള്ള വിവിധ തൊഴിൽ മേഖലകളെ പ്രതിനിധാനം ചെയ്യുന്ന ആളുകളോട് അവരുടെ അഭിപ്രായങ്ങൾ ചോദിക്കാം. എന്താണ് അവർക്ക് പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം. പാലക്കാട് വിജയരാഘവൻ വരുന്നതാണ് അഭിപ്രായം. പാലക്കാട് ശ്രീകണ്ഠൻ വരുമൊന്നുമില്ലെങ്കിൽ അല്ലെങ്കിൽ വിജയരാഘവൻ വരും. കേന്ദ്രത്തിൽ രണ്ടുപേർക്കും ചാൻസ് ഉണ്ട്. ഒന്നുമില്ലെങ്കിൽ മോദി വരും, അല്ലെങ്കിൽ ഇന്ത്യ. കേന്ദ്രത്തിൽ BJP വരും. പാലക്കാട് വ്യക്തമായ ചിത്രം പറയാൻ പറ്റില്ല. പക്ഷേ എന്തായാലും തൃശ്ശൂർ സുരേഷ് ഗോപി വരും. അതിന് യാതൊരു സംശയമൊന്നുമില്ല. അത് നഗ്നമായ ചിത്രമാണ്. പാലക്കാട് വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല. എന്തായാലും BJP 2ാം സ്ഥാനത്ത് വരും എന്നാണ് വിചാരിക്കുന്നത്. മറ്റുള്ളത് കോൺഗ്രസ്സിന് വരുള്ളൂ എന്നാണ് എൻ്റെ ഒരു നിഗമനം. LDF വിജയരാഘവൻ. കാരണം നല്ല വ്യക്തിയാണ്, നല്ല വ്യക്തി, നല്ല മനുഷ്യൻ. പിന്നെ നമ്മൾ ജാതി സ്പിറ്റോ നമുക്കില്ല. നമ്മൾ എല്ലാ മതക്കാരും ഇന്ത്യയിൽ ഒരേപോലെ തുല്യ കാണിക്കണം. അതുകൊണ്ട് LDF. ദേശീയ തലത്തിലായിരിക്കും അത് അവർ ആരെ സഹായിക്കണേ? ഇന്ത്യ മുന്നണിയായിരിക്കും. ശ്രീകണ്ഠൻ നല്ല കുഴപ്പമില്ല ഭരണം. കേന്ദ്രത്തിൽ ഇന്ത്യ മുന്നണി ഭരിക്കുന്ന റിസൾട്ട് വന്നാലേ അറിയുള്ളൂ. ഭരണം മാറ്റം വരുന്നതെന്നല്ല അതിൽ ആഗ്രഹം. ഇവിടെ മതം മാറുകയാണെങ്കിൽ അത്രയാണ്. പാലക്കാട് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നല്ല ശ്രീകണ്ഠന് ഒരു ഹോപ്പുണ്ട്. പിന്നെ വിജയൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരേ ആളാണ്. അങ്ങനെയൊക്കെയുള്ളൊരു റെഫറൻസ് അയാൾക്കുണ്ട്. കേന്ദ്രത്തിൽ എന്തായാലും ഒരു മാറ്റം വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇനി ഭരിക്കുന്നത് BJP സർക്കാർ അല്ലാതെ ഒരു മാറ്റം വരാനുള്ള ചാൻസ് ഉണ്ട്. പാലക്കാട് കൃഷ്ണകുമാറാകാനാണ് ചാൻസ് എന്ന് പറയുന്നത്, ടൗൺ ബേസ് ചെയ്തിട്ട്. ഇനി ബാക്കിയുള്ളത് എന്താണെന്നുള്ളത് കണ്ടെന്നെ അറിയണം. ഒരു മാറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കണം. മോദി തന്നെ ആകാനാണ് ചാൻസ്. കേന്ദ്രത്തിൽ എന്താ പറയാനുള്ളത്? നരേന്ദ്രമോദി ഇല്ലാതെ വേറെ ഇന്ത്യയില്ല. നരേന്ദ്രമോദി ഇല്ലാതെ ഇന്ത്യയേ ഇല്ല. ഒരു നെടുന്തൂണില്ല. മാർക്സിസ്റ്റായാലും ശരി, കോൺഗ്രസ്സിലായാലും ശരി, മമതയായാലും ശരി, ആരിലും കേന്ദ്രം ഭരിക്കാനുള്ള ഒരു നട്ടലുള്ള ഒരു പ്രധാനമന്ത്രിയില്ല. അത് നരേന്ദ്രമോദി തന്നെ, സംശയമില്ല, മൈന തന്നെ. ജനങ്ങളുടെ കയ്യിലല്ലേ ഇരിക്കണം, ജനങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത്. 5 കൊല്ലം ഭരണത്തിൽ ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്നവർ എന്തൊക്കെ ചെയ്തു, എന്ത് ചെയ്തില്ല എന്നുള്ളത് അവർക്കൊരു മനസ്സിലൊരിതുണ്ടാവും. അതിൻ്റെ ആ ഒരു അഭിപ്രായത്തിലായിരിക്കും ആര് വരണമെന്നുള്ള അവരുടെ മനസ്സിലുണ്ടാവും. നരേന്ദ്രമോദി. പാലക്കാട് ശ്രീകണ്ഠൻ അല്ലെങ്കിൽ വിജയരാഘവൻ. ഏട്ടാ എനിക്കിതിനെ പറ്റി പാർട്ടിയും എനിക്കൊന്നും അറിയില്ല ഏട്ടാ, അതുകൊണ്ടാ. പാലക്കാട് പൊതുവേ ശ്രീകണ്ഠനാണ് ഫേവർ. കാരണം ഇപ്പോൾ കൃഷ്ണകുമാറൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പാലക്കാടിൻ്റെ ചുറ്റുപാടുള്ളതേ റിമോട്ടിലൊക്കെ കോൺഗ്രസും മാർക്സിസ്റ്റേ ഉള്ളൂ. സെൻട്രലിനകത്ത് ഷുഗർ ഷോട്ടാണെന്നാണ് പറയുന്നത് മോദി. ഇവിടുത്തെ നമ്മൾ കണക്കാക്കണ്ട, ഇവിടുത്തെ മാധ്യമങ്ങളിലെയും ജനങ്ങളിലെയും അഭിപ്രായമല്ല. നോർത്ത് മുഴുവൻ അയാൾക്ക് കംപ്ലീറ്റ് സപ്പോർട്ടാണ്. മാത്രമല്ല ഇപ്പോഴത്തെ ഈ ഓപ്പോസിഷൻ എന്ന് പറയുന്നത് ഇവരെത്രത്തോളം ഐക്യമുണ്ടെന്ന് തന്നെ ആൾക്കാർക്ക് സംശയമുണ്ട്. ഇത് ഫോർ ദി ടൈം ബീയിങ് അവരൊരു സെറ്റപ്പ് ചെയ്തിരിക്കുകയാണ്, ഇയാളെ ഒന്ന് ഇതാക്കുക എന്നുള്ളത്. അത് കഴിഞ്ഞാൽ എത്ര പ്രധാനമന്ത്രിമാരായിട്ട് ക്ലെയിം ചെയ്യാൻ വരും. ഇപ്രാവശ്യം വോട്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ട് വലിയ പ്രഡിക്ഷൻ ആരായിരിക്കും? ടൈറ്റ് ഫൈറ്റാണ്. BJPയും ഇവരും തമ്മിൽ ടൈറ്റ് ഫൈറ്റാണ്. UDF തമ്മിൽ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അങ്ങനെ എന്താ നിങ്ങളെ തോന്നല്? എനിക്കറിയില്ല, ഞാൻ പുറത്തായിരുന്നു. ഇലക്ഷൻ കഴിഞ്ഞിട്ട് അവിടെ എത്തിയത്, അതുകൊണ്ട് അറിയില്ല. എല്ലാവർക്കും സ്കോപ്പ് ഉണ്ട് ഇവിടെ, ആർക്കൊന്നും പറയാൻ പറ്റില്ല. 3 പേരും ഈക്വലാണ്. നമുക്ക് 3 ആൾക്ക് ചാൻസ് ഉണ്ട്. ഈക്വൽ ആര് വളരെ തുച്ഛമായ വോട്ടിനായിരിക്കും ആര് ജയിക്കുകയാണെങ്കിലും ഉണ്ടാവുള്ളൂ. BJP തന്നെയാണ്. BJP. പിന്നെ BJP ജയിക്കുള്ളൂ. പ്രത്യേക കാരണമുണ്ടോ? പ്രത്യേക കാരണമൊന്നുമില്ല. നല്ല പ്രവർത്തികൾ ചെയ്താൽ ജയിക്കില്ലേ, അതാണ്. അദ്ദേഹം ഒരുപാട് ഇവിടെ കുറേ കാലമായിട്ട് ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്.
പിന്നെ ഇപ്പോൾ ഒരു മോദി തരംഗമാണല്ലോ മൊത്തത്തിൽ വരുന്നത്. അതിൻ്റെ ഒരു ട്രെൻഡ് ഇവിടെ ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. യുവാവ് കൂടി ഉണ്ട്, എന്താ തോന്നുന്നത്? എനിക്ക് എതിരഭിപ്രായമാണ്. കോൺഗ്രസ് ജയിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം. മതേതരത്തിന് വേണ്ടിയുള്ളതായിരിക്കും ഇപ്രാവശ്യത്തെ വോട്ട്. മതേതരത്തിന് എന്തായിരുന്നു സാധനം, അതെ, അതിനു വേണ്ടിയായിരിക്കും ഇപ്രാവശ്യത്തെ വോട്ട് എന്നാണ് ഒരു പ്രതീക്ഷ. പിന്നെ ഇന്ത്യ മുന്നണിയൊക്കെ രൂപീകരിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഇന്ത്യ മുന്നണിക്കൊരു മുൻതൂക്കം ഉണ്ടാവാൻ സാധ്യത കാണുന്നുണ്ട്.